ദാമ്പത്യം. രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 93. ദേവി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട്. വന്നു കിടന്നുറങ്ങാൻ നോക്കിക്കേ. ഇനി അവളുടെ കൊഞ്ചലുകൾ കേട്ടുകൊണ്ടിരുന്നാൽ ശരിയാവില്ല എന്നുള്ള കാര്യം ആദിക്ക് നല്ല ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ബെഡിലേക്ക് കയറിയിട്ട് മലർന്നു കിടന്നവൻ. അല്ലേലും ഇപ്പോഴെന്നോടൊരു സ്നേഹവും ഇല്ല ആദിയേട്ടന്. പിറുപിറുത്തുകൊണ്ടാണ് ദേവിക മെല്ലെ അവനരികിലായി ചെന്ന് കിടന്നത് തന്നെ. ഇല്ല, ഓരോ സ്നേഹവും ഇല്ല. ചുണ്ടിൽ തെളിഞ്ഞ് ചിരി അവനപ്പോൾ അവളിൽ നിന്നും മറച്ചു പിടിച്ചു. അതെ, എനിക്കറിയാം. ആദ്യേട്ടനിപ്പോൾ കുഞ്ഞുങ്ങൾ 2 ആയില്ലേ. അതായിപ്പോൾ എന്നെ വേണ്ടാത്തെ. പെണ്ണിൻ്റെ പരിഭവം അവളുടെ കവിളുകളെ ഒന്നും കൂടി വീർപ്പിച്ചിരുന്നു. ആദിക്ക് അത് കേട്ടതും ചിരി പൊട്ടി. അവൻ അപ്പോൾ തന്നെ ദേവികയുടെ നേർക്ക് വശം ചെരിഞ്ഞു കിടന്നു. എന്നിട്ട് വലത്തെ കൈകൊണ്ട് പെണ്ണിനെ കെട്ടിപ്പിടിച്ചു. എന്താ ഇപ്പോൾ ഈ പിണക്കം? ഞാനിവിടെ ഒരു ഉമ്മ തരാത്തവനാണോ? ചൂണ്ടുവിരലുകൊണ്ട് പെണ്ണിൻ്റെ ചൊടികൾക്ക് മുകളിലായി ഒന്ന് തൊട്ടൊഴിഞ്ഞുകൊണ്ട് അവൻ മെല്ലെ തിരക്കി. ആ, അതന്നെയാ. എന്തേ? ദീപിക കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് മറുപടി നൽകി. എന്തേ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ തന്നെ പറഞ്ഞു തരണോ എൻ്റെ ദേവിക്ക്? ആദ്യം അവളെ നോക്കി വല്ലാത്തൊരു ചിരി ചിരിച്ചു. ദേവിക മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം തിരിഞ്ഞു കിടന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തി. മനുഷ്യൻ ഇവിടെ എങ്ങനെയോ ഒന്ന് കൺട്രോൾ ചെയ്ത് കിടങ്ങുന്നതെന്ന് എനിക്ക് ദൈവം തമ്പുരാനെ മാത്രമേ അറിയൂ. അപ്പോഴാ അവളിങ്ങനെ എന്നെ പ്രലോഭിപ്പിക്കാൻ വരുന്നത്. പെണ്ണിൻ്റെ ചെവിയോരം അവൻ ചുണ്ടുകൾ ചേർത്ത് പിറുപിറുത്തു. എന്തിനാ കൺട്രോൾ ചെയ്യണേ? അവൻ്റെ നെഞ്ചിൽ മുഖം പൂഴ്ത്തി കിടക്കുന്നവളിൽ നിന്നും പൊടുന്നനെയാണ് ആ ഉത്തരം പുറത്തേക്ക് തെറിച്ചത്. അതും വളരെ ആർദ്രമായി. എന്തോന്ന്? ആദി പൊടുന്നനെ ഞെട്ടിക്കൊണ്ട് ദേവികയിൽ നിന്നുള്ള പിടുത്തം അയച്ചു. എന്നിട്ടൊരന്താളിപ്പോലെ തന്നിലേക്ക് ചേർന്ന് വശം തിരിഞ്ഞു കിടക്കുന്നവളെ കണ്ണു മിഴിച്ചു നോക്കിപ്പോയി. അവളിപ്പോഴും ആദിക്ക് മുഖം കൊടുക്കാതെ ഒളിച്ചു കിടക്കുകയാണ്. നീ ഇപ്പം എന്താ ദേവി പറഞ്ഞേ? കേട്ടത് വിശ്വസിക്കാനാവാതെ ആദ്യം ഒരു വട്ടം കൂടി എടുത്തു ചോദിച്ചു. കാരണം അവളിൽ നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഒരിക്കലും മഹർഷി പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം. അതിൻ്റെ ഒരു പകപ്പിലുമായിരുന്നു ആദ്യപ്പോൾ. എന്തിനാ ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നേന്ന്? മുഖം അവനിൽ നിന്ന് ഉയർത്താതെ തന്നെ അവൾ വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു. ഇത്തവണ ചെക്കൻ്റെ മുഖത്ത് വല്ലാത്തൊരു ചിരി ഉദിച്ചു വന്നു. അതൊന്നും പറഞ്ഞാ നിന്റെ ഈ കുഞ്ഞി തലയിൽ കയറില്ല എൻ്റെ പെണ്ണെ. ഒരു ഉമ്മയ്ക്കൊക്കെ ഞാൻ ചിലപ്പോൾ ഭാവിയിൽ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? അതുകൊണ്ടാടി. അവളെ ഒന്ന് ഇറുക്ക പുണരുവാൻ തോന്നിയെങ്കിലും പെണ്ണിൻ്റെ വീർത്തുന്തിയ വയറ് അവനെ അതിൽ നിന്നും വിലക്കിയിരുന്നു. എനിക്ക് കയറും. ഇത്തവണ ആദിയുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കി പെണ്ണവൾ. എന്ത് കയറുമെന്ന്? മഹർഷിക്ക് കാര്യം മനസ്സിലായില്ല. എൻ്റെ തലയിലും കയറൂന്ന് പെണ്ണ് വീണ്ടും എടുത്തു പറഞ്ഞു. അതാണോ? എന്നിട്ടാണോ ഇതുപോലുള്ള പൊട്ടത്തരങ്ങളൊക്കെ നീ എന്നോട് ചോദിക്കുന്നത്? അവനിലപ്പോൾ കുറുമ്പായിരുന്നു. അതിന് ഞാനെന്ത് പൊട്ടത്തരം ആദ്യേട്ടനോട് ചോദിച്ചേ? പെണ്ണ് മുഖം വീർപ്പിച്ചു. നീയൊന്നും ചോദിച്ചില്ലേ ദേവി? ചോദ്യത്തോടൊപ്പം തന്നെ അവളുടെ വീർത്ത ഉദരത്തിന് മുകളിൽ ഒന്ന് തലോടുവാനോ ആദ്യം മറന്നില്ല. ഞാൻ പൊട്ടത്തരം ഒന്നും ചോദിച്ചില്ല, ഒരു ഉമ്മയല്ലേ ചോദിച്ചുള്ളൂ. അവളിലും ചിരിയായിരുന്നു. ഞാൻ ഇത്രയും നേരം തന്നൊന്നും പോരെ നിനക്ക്? അവൻ മീശത്തുമ്പൊന്ന് പിടിച്ചുകൊണ്ട് പുരികം പൊക്കിക്കാട്ടി. പോരാ. അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് അപ്പോൾ പ്രണയത്തോടെ നോക്കി. ഇവിടെ തരാനിപ്പോ തൽക്കാലം നിവർത്തിയില്ല എൻ്റെ ദേവി. പെണ്ണിൻ്റെ ചുണ്ടുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ചിരിയോടെ കട്ടായം പറഞ്ഞു. എന്തുകൊണ്ട്? അപ്പോഴും അവളുടെ കണ്ണുകളിൽ നിറഞ്ഞു നിന്നത് അവനോടുള്ള കടാത്ത പ്രണയമായിരുന്നു. ചിലപ്പോൾ അതൊരു ഉമ്മയിൽ തീരാത്തതുകൊണ്ട്. ദേവികയുടെ മൂക്കിൻ തുമ്പിൽ തൻ്റെ മൂക്കുകൊണ്ട് അവൻ തൊട്ട് തലോടി. തീരണ്ട. അവളൊരു നേർത്ത ശബ്ദത്തോടെ അവനിലേക്ക് ഒന്നും കൂടി ചേർന്ന് കിടന്നു. എന്നിട്ട് അവൻ്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വെച്ചു. ഇത്തവണ മഹർഷി ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അവളിലെ ചൂട് തൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്തുണ്ടെന്ന് അറിഞ്ഞതും ആദിക്ക് സ്വയം നിയന്ത്രിക്കുവാൻ പിന്നീട് പറ്റുന്നുണ്ടായിരുന്നില്ല. ദേവി, വേണ്ട. അവളെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ പോലും അവൻ ആദ്യമായി ഭയപ്പെട്ടു പോയി. വേണോ ആദിയേട്ടാ? മഹർഷിയുടെ കാതോരം അവളുടെ നനവുള്ള ചുണ്ടുകൾ അമർന്നു. ദേവി, വേണ്ടടി. കുഞ്ഞ്
കുഞ്ഞുള്ളതല്ലേടി. ആദി തൻ്റെ ശരീരത്തിൽ നിന്നും മെല്ലെ ആ പെണ്ണിനെ അടർത്തി മാറ്റി. അതിനിപ്പോൾ എന്താ? ദേവിക നെറ്റി ചുളിച്ചു. നിനക്ക് വയ്യാതാവില്ലേ നമ്മുടെ കുഞ്ഞിനും? അവൻ ആ പെണ്ണിനെ വിലക്കാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും തത്തക്കുഞ്ഞ് ഈ ഭൂമി ജീവനോടെ ഉണ്ടാവുമായിരുന്നില്ലല്ലോ ആദിയേട്ടാ. ചിരിയോടെയാണത് പറഞ്ഞതും. എങ്കിലും ദേവിയുടെ മനസ്സപ്പോൾ സുധിയുടെ ഭയപ്പെടുത്തുന്ന ഓർമ്മകളിലേക്കാണ് ഊളിയിട്ട് പോയത്. കുറേ മാസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു അവൾ അവനെ അപ്പോൾ ഓർക്കുന്നത് തന്നെ. എന്താടി? അത്രയും നേരം തന്നോട് പ്രണയത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നവളുടെ പെട്ടെന്നുള്ള ഈ ഭാവമാറ്റം അവനെ ഒട്ടൊന്നുമല്ല പേടിപ്പെടുത്തിയത്. കുഞ്ഞ് വയറ്റിലുണ്ടപ്പോഴും അന്നും അയാൾക്ക് എന്നെ വേണമായിരുന്നു. ദേവിക വിതുമ്പി. ഏയ് ദേവി, വേണ്ട, നിർത്തിക്കോ. നീ സങ്കടപ്പെട്ട വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞിന് സങ്കടാവില്ലേ? പെണ്ണിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പറയുമ്പോൾ സുധിയോടുള്ള പക മനസ്സിലിട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അവൻ. കരയില്ല, ഞാൻ ഇനി അയാളെ ഒളിച്ച് കരയില്ല, ഒരിക്കലും കരയില്ല. വാശിയോടെ കണ്ണുകൾ രണ്ടും തുടച്ചുകൊണ്ട് മുഖമുയർത്തി നോക്കുന്നവളോട് വാത്സല്യം എന്നൊരു ഭാവം ആദിക്ക് തോന്നിപ്പോയി. എൻ്റെ ദേവി കരയണ്ട, അതിന് ഞാനൊട്ട് സമ്മതിക്കേയില്ല. പെണ്ണിൻ്റെ മുടിയിഴകളിൽ കൂടി വെറുതെ ഒന്ന് വിരലുകൾ ഓടിച്ചവനപ്പോൾ അവളൊന്ന് ചിരിച്ചു. മനസ്സ് നിറഞ്ഞ ചിരി. ഉറങ്ങണ്ടേ? അവളെ കൈക്കുള്ളിൽ ഒതുക്കിക്കൊണ്ട് മഹർഷി തിരക്കി. വേണ്ട എന്ന രീതിയിൽ ദേവിക തലയാട്ടി കാട്ടി. പിന്നെ ആദിയിൽ നിന്നും അപ്പോൾ തന്നെ അടുത്ത ചോദ്യം ഉണ്ടായി. ഉറക്കം വരുന്നില്ല. അവൾ തൻ്റെ 2 കണ്ണുകളും ചിമ്മിക്കാട്ടി. ഉറക്കം വരാൻ ഞാൻ എന്താ ചെയ്യണം? നൊടിയിടയിൽ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് ചെക്കൻ അവളോട് വീണ്ടും കുറുമ്പ് പറയാൻ തുടങ്ങി. ഒരുമ്മ തരുമോ? ആത്മാവിനെ പോലും അലിയിക്കാൻ പാകത്തിൽ കടുപ്പം കൂട്ടി സ്ട്രോങ് ആയിട്ട്. കണ്ണുകൾ കുറുക്കി സാഹിത്യം പറയുന്നവളെ നോക്കി ആ നേരം പൊട്ടിച്ചിരിച്ചു പോയിരുന്ന ആദി. ഇങ്ങനെയൊക്കെയുള്ള വട്ടുകൾ എൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നോ? അതോ ഗർഭകാലത്തുണ്ടാകുന്ന പ്രത്യേകതരം മൂഡ് സ്വിങ്സ് ആണോ ഇത്? അവൻ ചിരി നിർത്താതെ തന്നെ ചോദിച്ചു പോയി. വേറെ ആരോടും അല്ലല്ലോ പറഞ്ഞേ, എൻ്റെ ആദിയേട്ടനോടല്ലേ? പെണ്ണിലും കുറുമ്പ് വിരുന്നിനെത്തി. ആരോടാ? ദേവിയുടെ എൻ്റെ ആദിയേട്ടൻ എന്ന വാക്കിൽ കുടുങ്ങിപ്പോയവനിൽ വീണ്ടും അത് കേൾക്കുവാനുള്ള ആശ മുളച്ചു പൊന്തി. എൻ്റെ ആദിയേട്ടൻ? മെല്ലെ ആർദ്രമായി ഒരു വട്ടം കൂടി അവൾ മന്ത്രിച്ചു. ആദിയുടെ മനസ്സ് നിറയുവാനപ്പോൾ മറ്റൊന്നും വേണ്ടായിരുന്നു എന്നതാണ് സത്യം. ശരിക്കും? ആ കുഞ്ഞു മുഖത്തോടെ അവൻ്റെ കണ്ണുകൾ വേഗത്തിൽ പാഞ്ഞു നടന്നു. ശരിക്കും എൻ്റെയാ, എൻ്റെ മാത്രമാ. ആദിയുടെ ടീഷർട്ടിൻ്റെ കോളറിൽ തെരിപ്പിടിച്ചുകൊണ്ട് അവനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് പെണ്ണവൾ തൻ്റെ ആദരങ്ങൾ അവൻ്റേതുമായി അടുപ്പിച്ചു. ആദി അവളെ ഇത്തവണ എതിർത്തില്ല. അവൾക്ക് വിധേയയായി കിടന്നു കൊടുത്തു. പിന്നീട് എപ്പോഴോ ഇനിയും സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടതും അവളെ ഇത്തിരി ബലം പ്രയോഗിച്ച് തന്നെ അവൻ അടർത്തി മാറ്റി. വേണ്ടടി ദേവി, കുഞ്ഞ്. ശ്വാസം ഒന്ന് വലിച്ചു വിട്ടുകൊണ്ട് അവൻ വീണ്ടും അവളെ തടഞ്ഞു. ഒന്നും പറ്റില്ല, ഞാൻ ഡോക്ടറിനോട് ചോദിച്ചാ ആദിയേട്ടൻ്റെ കാര്യമോർത്ത്. കണ്ണുകളിൽ നാണം നിറച്ചു പറയുന്നവളെ അത്ഭുതത്തോടെയാണ് അവൻ നോക്കിയത്. നീ എന്താ അതൊക്കെ? കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണുകളിൽ നക്ഷത്ര കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവൻ അവൾക്കൊരു കാമുകനായിരുന്നപ്പോൾ. എൻ്റെ ആദിയേട്ടനായോണ്ട്? ഉത്തരം ഉടനടി ഉണ്ടായി. അതെയോ? ചോദ്യത്തോടെ അവളുടെ ചുണ്ടുകളിലേക്ക് ചാഞ്ഞവന് വീണ്ടും ഒരു ചോദ്യത്തിനുള്ള സമയമോ സന്ദർഭമോ ഉണ്ടായിരുന്നില്ല. പതിയെ, വളരെ പതിയെ, മൃദുലമായി ഒരു തെന്നലിൻ്റെ വേഗതയിൽ അവളിലേക്ക് ഇറങ്ങിച്ചെന്നവൻ അവൾ എന്ന പെണ്ണിനെ മറ്റൊരു ലോകത്തേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാനായി. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളിലല്ലേ ഹർഷ, അതൊന്നും ഇനി ഓർക്കേണ്ട കാര്യമില്ല. അനാമിക പറഞ്ഞ് കുറച്ചൊക്കെ എനിക്കും അറിയാം. ബെഡിലിരുന്ന റൂഹി തൻ്റെ തൊട്ടരികിലായിരിക്കുന്നവനെ മുഖമുയർത്തി നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹർഷൻ നോക്കിക്കാണുകയായിരുന്ന ആ പെണ്ണുവിനെ. നവവധുവിൻ്റെ വേഷത്തിൽ സെറ്റ് സാരി എടുത്ത് ആദ്യ രാത്രി ആഘോഷിക്കാൻ വന്നവളാണ് തൻ്റെ അരികിലിരുന്നു കൊണ്ട് തനിക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നത്. ജീനയുമൊത്തുള്ള തൻ്റെ പഴയ ജീവിതം
കല്യാണത്തിന് മുൻപ് തന്നെ അവളോട് പല പ്രാവശ്യം പറയുവാനായി താൻ തുനിഞ്ഞതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഇതുപോലെ തന്നെയാണ് അവൾ തന്നെ തടഞ്ഞത്. ഇന്ന് തൊട്ടൊരു പുതിയ ജീവിതം ആരംഭിക്കുകയാണ് തങ്ങൾ. മനസ്സിലുള്ളതൊക്കെ അവളോട് പറയാതെ ഇനിയും വയ്യ എന്ന് തോന്നിയപ്പോഴാണ് വീണ്ടും ഒരു സംസാരത്തിന് താൻ മുന്നിട്ടിറങ്ങിയത് തന്നെ. പക്ഷെ റൂഹി തന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു. അവൾക്കൊന്നും തന്നെക്കുറിച്ച് അറിയേണ്ടെന്ന്. ഇങ്ങനെയുള്ള ഒരുവളെ താൻ മുൻപേ എന്തുകൊണ്ട് കണ്ടില്ല? ഇവൾ എൻ്റെ ജീവിതത്തിലേക്ക് നേരത്തെ കടന്നു വന്നിരുന്നെങ്കിൽ ജീനി എന്നൊരു വൃത്തികെട്ടവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയേ ഇല്ലായിരുന്നല്ലോ. ഹർഷ ഓരോരോ ആലോചനകളാൽ സ്വയം മറന്നിരുന്നപ്പോഴാണ് റൂഹി അവൻ്റെ കൈക്ക് മുകളിൽ ഒന്ന് തട്ടി വിളിച്ചത്. തലയൊന്ന് കുടഞ്ഞു വിട്ടുകൊണ്ട് അവൻ അവളെ നോക്കി ശാന്തമായി ചിരിക്കുവാൻ ശ്രമിച്ചു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഞാനൊന്ന് കിടന്നോട്ടെ. അവളുടെ മുഖത്തെ ക്ഷീണം അത്രയും തന്നെ ആ വാക്കുകളിൽ തെളിഞ്ഞു കത്തുന്നുണ്ടായിരുന്നു. ആദ്യം ഈ സാരിയൊക്കെ മാറ്റി തനിക്ക് കംഫർട്ടായിട്ടുള്ളൊരു ഡ്രസ്സ് എടുത്തിട്, എന്നിട്ട് ഇറങ്ങിക്കോ. അവനവളോട് പുഞ്ചിരിയോടെ പറഞ്ഞു. ആ. സന്തോഷത്തോടെ തലയാട്ടിക്കൊണ്ട് റൂഹി അവിടെ നിന്ന് എഴുന്നേറ്റു. ഇട്ടുമാറുവാനുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറിയവൾ. ഡ്രസ്സ് മാറ്റി മുറിയിലേക്ക് വന്നവൾ കാണുന്നത് ബെഡിൻ്റെ ഒരു സൈഡിലായി കിടക്കുന്ന ഹർഷനെയാണ്. റൂഹി വന്ന് കിടന്നോളൂ. ബെഡിൽ കയറി കിടക്കുവാനായി ഒന്ന് മടിച്ചു നിൽക്കുന്നവളെ നോക്കി ഹർഷൻ വളരെ ശാന്തമായി പറഞ്ഞതും പെണ്ണവളൊരു ചിരിയോടെ ചെന്ന് അവൻ അപ്പുറത്തായി കയറി കിടന്നു. ഗുഡ് നൈറ്റ്. മുറിയിലെ വെട്ടം കൈയെത്തിച്ച് അണച്ചിട്ട് അവൻ അവളുടെ വശത്തേക്ക് തിരിഞ്ഞു കിടന്നു. ഗുഡ് നൈറ്റ്. തൊട്ടരികിലായി കിടക്കുന്നവനോട് ചേർന്ന് കിടക്കുമ്പോൾ ആശിച്ച ജീവിതം കൈക്കുള്ളിൽ കോരിയെടുത്തതിൻ്റെ സന്തോഷമായിരുന്നു അവളിലപ്പോൾ. അതേസമയം ഹർഷനെ കളഞ്ഞിട്ട് പോയ ജീന കറങ്ങി തിരിഞ്ഞ് ചെന്നുപെട്ടത് ബാംഗ്ലൂരിലെ തന്നെ ഏറ്റവും വലിയ വ്യവസായ പ്രമുഖനായ അമർനാഥ് പട്ടേൽ എന്ന 50 വയസ്സുകാരൻ്റെ അരികിലേക്കായിരുന്നു. കാവുമ്പാട്ടെ തറവാട്ടിൽ അന്നൊരു ഉത്സവ പ്രതീതിയായിരുന്നു. ആ വലിയ ബംഗ്ലാവിൻ്റെ മുറ്റത്തായി അലങ്കരിച്ച പന്തലുയർന്നു. രാവിലെ തൊട്ട് അവിടമാകെ ബന്ധുക്കളുടെയും മറ്റ് ജനങ്ങളുടെയും ബഹളമായിരുന്നു. അതെ, ഇന്നാണ് ആ വീട്ടിലെ കണ്ണനുണ്ണികളുടെ 28 കെട്ട് നാമകരണവും. ഇക്കാര്യത്തിൽ നീലിമയുടെ വീട്ടുകാർക്ക് ചെറിയ പിണക്കം ഉണ്ടായിരുന്നെങ്കിലും ആ അമ്പാടിക്കണ്ണന്മാർ അവരുടെ മുത്തശ്ശിയെയും മുത്തശ്ശനെയും കൈയും കാലും ഇട്ടടിച്ച് കാണിച്ച് ചിരിപ്പിച്ച് മാറ്റിയെടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നീ ഭയങ്കര സാധനാടി. 28 കെട്ടെങ്കിലും നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താമെന്ന് ആഗ്രഹിച്ചിരിക്കുമായിരുന്നു ഞാൻ. കുഞ്ഞുങ്ങളെ ഒരുക്കിയെടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നീലിമയുടെ അമ്മ രാജേശ്വരി അവളോട് പരിഭവം പോലെ പറഞ്ഞു. അമ്മേ, ഈ 2 കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് അവിടെ വന്ന് ചടങ്ങ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പാടാ. അതുമല്ല, അഭിയേട്ടന് കുഞ്ഞുങ്ങളെ കാണാതിരിക്കാൻ പറ്റില്ല അമ്മേ. കട്ടുകളിൽ കിടന്നുകൊണ്ട് തന്നെ അവൾ അമ്മയെ അനുനയിപ്പിക്കാൻ നോക്കി. എന്തായാലും രാധ ഇവിടുത്തെ ദേവിയും പാവങ്ങളായതുകൊണ്ട് ഞാൻ പിന്നീട് കടമ്പിടുത്തമൊന്നും പിടിക്കായിരുന്നത്. അല്ലായിരുന്നേന് നിങ്ങളെ അങ്ങ് നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയേനെ. പറഞ്ഞുകൊണ്ട് തന്നെ അവർ 2 കുഞ്ഞിച്ചക്കന്മാരെയും ചെറിയ കസവ് മുണ്ടുകൾ ഉടുപ്പിച്ച് ഒരുക്കി കിടത്തി. നീലിമേ, മുഹൂർത്തായെന്ന് അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് അതും പറഞ്ഞുകൊണ്ട് ദേവി അങ്ങോട്ടേക്ക് കയറി ചെന്നത്. ദേ വരുന്നടി. നീലിമ മെല്ലെ ശ്രദ്ധയോടെ ബെഡിൽ നിന്ന് എഴുന്നേറ്റു. മോളെ ദേവി, നീ ഒരാളെയും കൂടി ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വാ. നീലനെ ഞാനെടുക്കാം. ശങ്കരനെ എടുക്കാൻ ഇവിടെ ഇപ്പം ആരുമില്ലല്ലോ കൊച്ചേ. നീലിമയുടെ അമ്മ അവളോടായിട്ട് ചോദിച്ചു. അതിനിപ്പോൾ എന്താമ്മേ, അവനെ ഞാൻ എടുത്തോളാം. ദേവിക കട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കി പുഞ്ചിരിച്ചു. അയ്യോ, അത് വേണ്ട. ഈ വയറും വെച്ചോണ്ട് നീ ഇവന്മാരെ എടുക്കുന്നത് ശരിയല്ല. കുഞ്ഞുങ്ങളാ, വയറിനിട്ട് ചവിട്ടിയ പണി കിട്ടും ദേവി. അവർക്കപ്പോൾ കുഞ്ഞുങ്ങളെ എടുക്കുന്നതിൽ പേടിയായിരുന്നു. അതൊന്നും സാരയില്ല അമ്മേ, എനിക്ക് അവരെ എടുത്ത് നല്ല ശീല. പറഞ്ഞുകൊണ്ട് തന്നെ ദേവിക ശങ്കരനെ കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞിരുന്നു. ഇവളോട് പറഞ്ഞ കേക്കില്ല അമ്മേ. ഇവിടെയുള്ള എല്ലാവരും ഇത് പറഞ്ഞ് എന്നും ഇവളെ വഴക്ക് പറയുന്നതാ. കുഞ്ഞിനെ എടുത്തുകൊണ്ട് മുറിക്ക് വെളിയിലേക്ക് നടക്കുന്ന ദേവിയെ നോക്കി നീലു ഒരു ചിരിയോടെ പറഞ്ഞു. എന്താണേലും ഒരു പാവം കൊച്ചിനെയാണ് നമ്മുടെ ആദിക്ക് കിട്ടിയത് അല്ലേടി. തത്തക്കുഞ്ഞിനാണേലും ഇവന്മാരെ വലിയ കാര്യമാണ്. രാജേശ്വരിക്കും ദേവിയെക്കുറിച്ച് വലിയ മതിപ്പായിരുന്നു. പോകാം അമ്മേ. നീലിമ മെല്ലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയതും രാജേശ്വരി നീലിനെ എടുത്തുകൊണ്ട് അവക്ക് പിന്നാലെ നടന്നു നീങ്ങി. കത്തിച്ചു വെച്ച നിലവിളക്കിനു മുൻപിൽ അഭിയെ നീലിമയിരുന്നു.
അവരുടെ മടിയിലായി കുഞ്ഞുങ്ങളും. ഉണർന്നു കിടക്കുന്ന അനിയന്മാരെ രണ്ടുപേരെയും കളിപ്പിച്ചുകൊണ്ട് തത്തമ്മയും അവരോടൊപ്പം തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കൂട്ടത്തെ കണ്ടതും ആദി ദേവികയെ പിടിച്ച് ആദ്യമേ തന്നെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തി. വിശ്വമാണ് അഭിയുടെ അടുത്തിരുന്നു കൊണ്ട് കുഞ്ഞിച്ചക്കന്മാരുടെ അരിയിൽ 28 കെട്ട് കെട്ടിയതും സ്വർണ്ണ അരഞ്ഞാണവും പൊൻകാൽത്തള ഇട്ടുകൊടുത്തതും. ശങ്കരൻ്റെ കാതിൽ അദ്വിക് അഭിറാം എന്നും നീലൻ്റെ ചെവിയിൽ അയാൻ അഭിറാം എന്നും പേര് ചൊല്ലി വിളിച്ചതും വിശ്വം തന്നെയായിരുന്നു. തത്തമ്മ ഇതൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടി അവരുടെ കൂടി ഇരുന്നു. പിന്നീട് ഓരോരുത്തരും സമ്മാനങ്ങൾ കൊടുക്കുന്നതിൻ്റെ തിരക്കിലായിരുന്നു. ആദ്യ കുഞ്ഞിച്ചക്കന്മാർക്ക് വേണ്ടി ഓരോ മാലയാണ് വാങ്ങിയത്. രുദ്രാക്ഷ ലോക്കറ്റ് കെട്ടിച്ച മാല. അത് ചെക്കന്മാരുടെ കഴുത്തിൽ ഇടിയിപ്പിച്ചു കൊടുത്തത് തത്തമ്മയും. രാധയ്ക്ക് മാത്രം തൻ്റെ 3 കൊച്ചുമകളെയും നോക്കി നിന്ന് കണ്ണു നിറച്ചു. തടിച്ചുകൂടിയ ആൾക്കാരെ കണ്ടിട്ടോ അതോ ഇത്രയും നേരം ഉറങ്ങാതെ ഇരുന്നതിൻ്റെ ക്ഷീണം കാരണമോ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞന്മാർ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ തത്തക്കുഞ്ഞ് അവരുടെ കൈ പിടിച്ച് ഓരോന്നും പറഞ്ഞ് കരച്ചിൽ നിർത്തിക്കും. അങ്ങനെ ആഘോഷത്തിന് പരിസമാപ്തി കുറിച്ചത് ഉച്ചയ്ക്കെത്തിയ സദ്യ വിളമ്പിയായിരുന്നു. ആദ്യേട്ടാ വലിയ വയറും താങ്ങി ദേവിക മഹർഷിയുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. ഇനിയും മിണ്ടാതെ നടക്കുന്നവൻ്റെ പരിഭവം അവളെ വല്ലാതെ വീർപ്പം പിടിക്കുന്നുണ്ടായിരുന്നു. എന്തിനായി പിണക്കം? അവസാനം അവൾ സഹിയായിട്ട് അവൻ്റെ മുമ്പിൽ കയറിച്ചെന്ന് നിന്നു. നിനക്കറിയില്ലേ ദേവി? ദേഷ്യത്തോടെയുള്ളൊരു ചോദ്യമായിരുന്നു അവൾക്ക് കിട്ടിയ മറുപടി. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചോദിക്കുമായിരുന്നോ? ദേവിക ഒരു ചിരിയോടെ ചോദിച്ചു. മണി എത്രയായി? ഗൗരവം ലേശം പോലും കളയാതെ അവൻ തിരക്കി. 6 മണി. അവൾ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിയിട്ട് ഉത്തരം നൽകി. ഇന്ന് ഉച്ചയ്ക്ക് നീ എപ്പോഴാ ഫുഡ് കഴിച്ചേ? ചെക്കൻ്റെ സംസാരത്തിൽ ദേഷ്യം മുറ്റി നിന്നു. 3:30. കാര്യം മനസ്സിലായി എന്നുപോലെ അവളൊന്ന് പതറി. എന്നും എപ്പോഴാ നീ കഴിക്കുന്നേ? അവൻ്റെ ചോദ്യം തുടർന്നുകൊണ്ടിരുന്നു. 1 മണിക്ക്. പെണ്ണ് പൊടുന്നനെ അവൻ്റെ മുൻപിൽ മുഖം കുനിച്ചു നിന്നു. ഇന്ന് നിന്നോട് ഞാൻ 12:30 തൊട്ട് പറയുന്നതല്ലേ ഫുഡ് എടുത്ത് കഴിക്കാൻ? എന്തേ നീ കേട്ടില്ല? തങ്ങളുടെ മുറിയിൽ നിന്നും ശബ്ദം പുറത്തേക്ക് പോകരുതെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ആദി പരമാവധി ശബ്ദം കുറച്ചാണ് സംസാരിച്ചത്. അതിപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നല്ലേ ഇന്ന്. അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ ഓർത്തു. അവളിൽ നിന്നും വളരെ പതിയാണ് മറുപടി പുറത്തേക്ക് തെറിച്ചത്. അതിന് വന്നവർക്കൊക്കെ നിന്നെപ്പോലെ ഗർഭം ഉണ്ടായിരുന്നോ? ആദിയുടെ ദേഷ്യത്തോടുള്ള ചോദ്യത്തിൽ അവളൊന്ന് പേടിച്ചു പോയി. ആദിയേട്ടാ, അത് ഞാൻ... ദേവിക എന്തോ പറയുവാനായി തുടങ്ങിയതും ആദി അവളെ കൈ ഉയർത്തി തടഞ്ഞിരുന്നു. ഇനഫ് ദേവി, എന്നും എപ്പോഴും നിനക്ക് പറയാൻ നിൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ടാവും. ഈ വയറ്റിൽ കിടക്കുന്നത് നമ്മുടെ കുഞ്ഞാണ്. അതുകൊണ്ട് നീ അതിന് കൃത്യമായ ഭക്ഷണം കൊടുത്തേ പറ്റൂ. ഞാൻ 3:30 ഭക്ഷണം കൊണ്ടുവന്ന് തന്നില്ലായിരുന്നെങ്കിൽ നീ അപ്പോഴും കഴിക്കില്ലായിരുന്നല്ലോ അല്ലേ? കയ്യിലിരുന്ന് നനഞ്ഞ തോർത്ത് ബിന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പോയവനെ നോക്കി ദേവിയയ്ക്ക് ആദ്യമായി സങ്കടം വന്നു. ശരിയാണ്, ഏട്ടൻ പറയുന്നൊക്കെ ശരിയാണ്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയൊക്കെ കൂടി കണ്ടപ്പോൾ കഴിക്കാൻ തോന്നിയില്ല. വിശപ്പ് കെട്ടുപോയിരുന്നു. ഇടയ്ക്ക് രാധമ്മ ഒരു ഗ്ലാസ് പായസം കൊണ്ടുവന്ന് തന്നു. അത് കുടിച്ചപ്പോഴേക്കും വയറ് നിറഞ്ഞു എന്ന് തോന്നിപ്പോയി. അതാണ് പറ്റിപ്പോയത്. പക്ഷേ ആദ്യേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുവെന്ന് ഒട്ടും കരുതിയില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? വയറും താങ്ങിക്കൊണ്ട് മുറിയിലെ കട്ടിലിൽ ഒട്ടൊരാലോചനയോടെ ഇരുന്നു പോയി പെണ്ണ്. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ വരാം കേട്ടോ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കല്ലേ. പിന്നെ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ.